ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് ക്ലോക്ക് എന്നുള്ള റീസണിങ്ങിൻ്റെ ഏരിയയിൽ വരുന്നൊരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്ക് നോക്കാം അതിൽ ചോദിക്കുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മിറർ ഇമേജ് ഓഫ് എ ഗിവൺ ടൈമാണ്. ഒരു ടൈം തന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് കാണാൻ ചോദിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്. ഒരു സമയം തരും. ഇപ്പം സമയം തരുവാണെങ്കിൽ 11:60 നിന്ന് ആ ഒരു ടൈമിനെ കുറച്ചാൽ മൈനസ് ചെയ്താൽ നമുക്ക് മിറർ ഇമേജ് കിട്ടും. അത് നമുക്ക് പറയാം, ഒരു 11 മണി വരെയുള്ള, അതായത് എത്രയും 11 മണി വരെയുള്ള ഏതൊരു സമയം തന്നാലും, ഇപ്പോൾ 7:40 അല്ലെങ്കിൽ 6:40, 8:20, അങ്ങനെ ഏത് സമയമായിക്കോട്ടെ, 11 മണി വരെയുള്ളത് തരുന്നാൽ 11:60 നിന്ന് 12 മണിക്കൂർ എന്ന് നമ്മൾ എഴുതിയേക്കുന്നതാണ്. ആലോചിച്ചാൽ മതി. 11 പിന്നെ ഒരു 60 മിനിറ്റ് ചേർന്നാൽ 12 മണിക്കൂർ അല്ലേ. 11:60 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 3:30 എന്ന് പറഞ്ഞൊരു ടൈം തന്നിട്ട് ക്ലോക്കിൽ ഇപ്പോൾ 3:30 കാണിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ടൈമിൻ്റെ മിറർ ഇമേജ്, അല്ലെങ്കിൽ മിററിന് നേരെ ആ ക്ലോക്ക് പിടിച്ചാൽ എത്രയാണ് മിററിൽ കാണുന്ന ടൈം എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ടൈമിനെ എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കുക. നോക്ക്, 3:30 അല്ലേ. അപ്പോൾ എന്ത് വരും ആൻസർ? 0, 3, 11 - 3, 8 അല്ലേ. 8:30 ആയിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇതേപോലാണ് ചോദിക്കുന്നത്. ഇനി അതേപോലെ തന്നെ 11 തൊട്ട് ഇൻ കേസ് ഒരു 11, അതേപോലെ 12 മണിക്കൂർ അല്ലേ. 11, 12, 1 തൊട്ട് 11 വരെയുള്ള എല്ലാം ഇതിനകത്ത് ചെയ്യാം. ഇനി 11 തുടങ്ങണം, അതായത് 11:20 അല്ലെങ്കിൽ 12:40, അങ്ങനെ 11-ലും 12-ലും തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയാണ്? 23:60 നിന്ന് കുറയ്ക്കുക. അതായത് ഇതൊന്നും നമ്മൾ 12 മണിക്കൂറിന് എഴുതിയെന്ന് പറഞ്ഞു, അതേപോലെ ഇത് 24 മണിക്കൂറിന് എഴുതി, എത്ര ഉള്ളൂ അല്ല. 24 എന്ന് പറഞ്ഞാൽ 23 പിന്നെ ഒരു 60 മിനിറ്റും കൂടെ. 23:60 നിന്ന് കുറയ്ക്കുക. ക്ലിയർ ആണോ? ഇത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഒരു ടൈം തന്നാൽ എന്ത് ചെയ്യണം? 11:60 നിന്ന് കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടൈമുകളായിരിക്കും. 1 തൊട്ട് 11 വരെയുള്ള സമയങ്ങളായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. 11:60 നിന്ന് കുറയ്ക്കുക. അത് പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the mirror image of the clock when the time is 7:40. ടൈം 7:40 ആണെങ്കിൽ മിറർ, ആ ഒരു ക്ലോക്ക് നമ്മൾ മിററിനെ കാണിക്കും, മിററിനെ ഫേസ് ചെയ്ത് വെച്ചാൽ മിററിൽ കാണുന്ന ടൈം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കുക. അപ്പം എന്ത് വരും ആൻസർ? 0, 2, 11, 4, 4:20 അല്ലേ. ഓപ്ഷൻ ബി 4:20 ആണ് ആൻസർ. എളുപ്പമല്ലേ? പഠിച്ചു വെച്ചേക്കുക. മിറർ ഇമേജ് വെച്ചാൽ എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the time shown by the reflection of a clock in a mirror is 4:35 അല്ലെ. 4:35 ആണ് ടൈം എങ്കിൽ എന്താണ്? അതായത് ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ക്ലോക്കിൽ മിററിൽ കാണിച്ച റിഫ്ലക്ഷൻ ആണ് 4:35 എങ്കിൽ ആക്ച്വൽ ടൈം എന്താണെന്നാണ് അല്ലേ. അതും അതുപോലെ തന്നെ നേരത്തെ പോലെ ക്ലോക്കിൽ നമ്മളൊരു ടൈം പറഞ്ഞിട്ട്, യഥാർത്ഥ ടൈം പറഞ്ഞിട്ട് മിററിൽ എന്താണെന്ന് ചോദിച്ചാൽ ചെയ്ത് അത് തന്നെയാണ്. മിററിൽ ഇങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ ആക്ച്വൽ ടൈം എന്താണെന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ 11:60 നിന്ന് കുറയ്ക്കുക. ക്ലിയർ ആണോ? 10, ഇവിടെ എന്ത് വരും? ഇവിടെ ഇപ്പോൾ 5 ആയില്ലേ, 2 ആയി, ദെൻ ഇവിടെ 11, 7, 7:25. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ 7:25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the mirror image when the exact time shows in a clock was 8:12. എക്സാക്ട് ടൈം 8:12 ആണെങ്കിൽ മിറർ ഇമേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യണം? 11:60 നിന്ന് 8:12 കുറയ്ക്കുക അല്ലേ. 8, 5 നിന്ന് 4, then 11, 3, 3:48 ആയിരിക്കും ആൻസർ. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ടൈം ഞാൻ 11 കഴിഞ്ഞിട്ടുള്ളതും കൂടെ കാണിക്കുവാണ്. Find the mirror image of the clock when the time is 11:21. ടൈം 11:21 ആണ്. അതായത് 11 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 or 12 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. 23:60 നിന്ന് കുറയ്ക്കുക. ഓക്കെ, 23:60 നിന്ന് 11:21 അല്ലെ. 10, 9, 3, 2, 1 അല്ലെ. 12:39. ഓപ്ഷൻ സി 12:39.
അപ്പൊ മിറർ ഇമേജ് ക്ലിയർ ആണല്ലോ, ഒരു ഡൗട്ടും ഉണ്ടാവരുത്. 1 തൊട്ട് 11 വരെയുള്ള ഏത് സമയമാണെങ്കിലും 11:60 നിന്ന് കുറയ്ക്കുക. ഇനി 11 12 തുടങ്ങുന്ന ടൈമാണ് വന്നേക്കുന്നതെങ്കിൽ 23:60 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഇനി മിററിൽ കാണിക്കുന്ന ഇമേജ് ആണ് തന്നേക്കുന്നത്, എന്നിട്ട് എക്സാക്ട് ടൈം ചോദിച്ചാലും അത് തന്നെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ടൈപ്പ് പഠിക്കാൻ പോവുകയാണ്. അതിന് നമുക്കറിയാം, നമുക്ക് നമ്മുടെ ക്ലോക്കിൽ അറിയാവുന്ന ഹാൻഡ്സ് ഏതൊക്കെയാണ്? മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അവർ ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട് അല്ലെ. ഇങ്ങനെ 3 ഹാൻഡ്സ് ആണ് നമുക്ക് ഒരു ക്ലോക്കിലുള്ളത്. അതിൽ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡും ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഒരു ക്ലോക്കിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 12 ഡിവിഷൻസ് ഉണ്ട് അല്ലെ. ഈ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എത്രയാണ്? ഒരു സർക്കിൾ പോലെ അല്ലെ, 360 ഡിഗ്രി ആണ്. ഇത് മൊത്തത്തിൽ 360 ഡിഗ്രി ഉണ്ട് അല്ലെ. അങ്ങനെ 12 ഡിവിഷൻ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ഡിവിഷനും എത്ര ആയിരിക്കും? 360/12 അല്ലെ. 360/12 ആണ്, ദാറ്റ് ഈസ് 30 ഡിഗ്രി അല്ലെ. ഓരോ ഡിവിഷൻ എന്ന് പറയുന്നതും 30 ഡിഗ്രി ആണ്. ക്ലിയർ ആണോ? ഇനി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് 2 ഹാൻഡ് എന്ന് പറഞ്ഞു. നമ്മൾ 2 ഹാൻഡിന്റെയും മൂവ്മെന്റ് ഓരോ മിനിറ്റ് അല്ലെങ്കിൽ ഓരോ മണിക്കൂറിൽ എത്ര ആംഗിൾ വെച്ച് മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ആദ്യം നമുക്ക് മിനിറ്റ് ഹാൻഡ് നോക്കാം. മിനിറ്റ് ഹാൻഡ് ഒരു മണിക്കൂറിൽ, നമ്മുടെ വലിയ സൂചി മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് സൂചി ഒരു മണിക്കൂറിൽ എത്ര ഈ ഒരു റൊട്ടേഷൻ കറങ്ങും അല്ലെ. അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതായത് 1 അവർ ഈക്വൽ ടു എന്ത് പറയാം? 360 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്യും ആണല്ലോ. 1 അവർ, ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി മൊത്തത്തിൽ ഒരു 360 ഡിഗ്രി കറങ്ങും. നമുക്കറിയാം 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് അല്ലെ. 60 മിനിറ്റ് ഈക്വൽ ടു 360 ഡിഗ്രി. സോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ഡിഗ്രി ആയിരിക്കും? 60 മിനിറ്റ് 360 ഡിഗ്രി. സോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 360/60 6 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി മൂവ് ചെയ്യും? 6 ഡിഗ്രി. ക്ലിയർ ആണോ? മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രി മൂവ് ചെയ്യും. ഓക്കെ ആണോ? അതേപോലെ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് അവർ ഹാൻഡിന്റെ കേസ് ആണ്. നമുക്കറിയാം അവർ ഹാൻഡ് ഒരു അവറിൽ എത്രയാണ്? അതാണ്ട് ഒരു അവറിൽ എന്നാൽ ഇപ്പൊ 1 മണിയാണെങ്കിൽ 1 നിന്ന് 2 അല്ലെ. അതായത് ഒരു 30 ഡിഗ്രി ആയിരിക്കും അത് തിരിയുന്നത്. അപ്പം 1 അവറിൽ അവർ ഹാൻഡ് എത്ര ഡിഗ്രി തിരിയുമെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി തിരിയും. ക്ലിയർ ആണോ? ഇനി 1 അവർ എന്ന് പറയുന്നത് നമുക്കറിയാം 60 മിനിറ്റ് ആണെന്ന്. അപ്പൊ 60 മിനിറ്റിൽ 30 ഡിഗ്രി തിരിയും. അതിൽ നിന്ന് നമുക്ക് പറയാം 1 മിനിറ്റിൽ എന്ത് പറയാം? 30/60, അതായത് 1/2 ഡിഗ്രി. അപ്പൊ ഇത് പറഞ്ഞിരിക്കണം. 1 അവറിൽ അവർ ഹാൻഡ് ആണെങ്കിൽ 30 ഡിഗ്രി തിരിയും. അതേപോലെ തന്നെ 1 മിനിറ്റിൽ അവർ ഹാൻഡ് 1/2 ഡിഗ്രി തിരിയും. രണ്ടും മാറിപ്പോകരുത്. മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. ഇനി അവർ ഹാൻഡ് ആണെങ്കിൽ 1 അവറിൽ 30 ഡിഗ്രി തിരിയും. അതുപോലെ തന്നെ അവർ ഹാൻഡ് 1 മിനിറ്റിൽ 1/2 ഡിഗ്രി, ഹാഫ് ഡിഗ്രി അത് തിരിയും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അത് വെച്ച് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ മൂവ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഫ്രം 10:10 to 10:30. 10:10 തൊട്ട് 10:30 വരെ നമ്മുടെ ഈ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പം എത്ര ആംഗിൾ ആണ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എത്ര ആംഗിൾ തിരിയുന്നുണ്ട് എങ്ങനെ പറയാം? അപ്പൊ ഈ 10:10 തൊട്ട് 10:30 വരെ എത്ര മിനിറ്റ്സ് ഉണ്ട്? 20 മിനിറ്റ്സ് ഉണ്ട് അല്ലെ. അത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാം നമ്മുടെ മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? 6 ഡിഗ്രി തിരിയും. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്? 20 × 6 120 ഡിഗ്രി. അപ്പം മിനിറ്റ് ഹാൻഡ് 10:10 തൊട്ട് 10:30 വരെ പോകാൻ, അതായത് 20 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പം എത്ര ആംഗിൾ ആണ് ട്രേസ് ചെയ്തിരിക്കുന്നത്? 120 ഡിഗ്രി ആംഗിൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the angle moved by the hour hand when it moves from 12 o'clock to 5:10. 12 മണി തൊട്ട് 5:10 അല്ലെ 5:10 വരെ ഉള്ള സമയത്തിൽ അവർ ഹാൻഡ് എത്ര ആംഗിൾ ആണ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ 12 തൊട്ട് 5:10 വരെ എന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 5 മണി വരെ നമുക്കറിയാം 5 മണിക്കൂറുണ്ട് ആണല്ലോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടെ. അപ്പൊ 5 മണിക്കൂർ 10 മിനിറ്റ്.
അല്ലെ? ഇത്രയുമാണ് സമയം പോയിരിക്കുന്നത്. 12 തൊട്ട് 5:11 5 മണിക്കൂറും 10 മിനിറ്റും ഉണ്ട്. നമ്മുടെ അവർ ആൻഡിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അവർ ആൻഡ് 1 അവറിൽ എത്ര ഡിഗ്രി മൂവ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞത് 30 ഡിഗ്രി അല്ലെ? അവർ ആൻഡ് 1 അവറിൽ 30 ഡിഗ്രി മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 5 അവറിൽ എത്ര ഡിഗ്രി മൂവ് ചെയ്യും? 5 × 30 150 ഡിഗ്രി മൂവ് ചെയ്യും. അതുകൂടാതെ ഒരു 10 മിനിറ്റും കൂടെ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ മിനിറ്റിന്റെ കാര്യം നമുക്കറിയണം. അവർ ആൻഡ് 1 അവറിൽ 30 ഡിഗ്രി മൂവ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അവർ ആൻഡ് 1 മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്? ഹാഫ് ഡിഗ്രി മൂവ് ചെയ്യും അല്ലെ? സോ 10 മിനിറ്റിൽ എത്ര ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും? 10/2, അതായത് 5 ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം 5 മണിക്കൂറിൽ 150 ഡിഗ്രിയും പിന്നെയുള്ള 10 മിനിറ്റ്സിൽ ഒരു 5 ഡിഗ്രിയും കൂടെ മൂവ് ചെയ്തു അല്ലെ? രണ്ടും കൂടെ ആഡ് ചെയ്തേ. അപ്പൊ എത്ര വന്നു? ടോട്ടൽ 150 പ്ലസ് 5 155 ഡിഗ്രി ആണ് മൂവ് ചെയ്തത് അല്ലെ? 12 o'clock തൊട്ട് 5:10 വരെ മൂവ് ചെയ്തപ്പം അവർ ആൻഡ് എത്ര മൂവ് ചെയ്തു എന്ന് ചോദിച്ചാൽ 155 ഡിഗ്രി. ഓപ്ഷൻ എ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the angle of rotation of minute hand of a clock moving from 4:40 to 6:10? 4:40 തൊട്ട് 6:10 വരെ മൂവ് ചെയ്യുമ്പം ഉള്ള മിനിറ്റ് ഹാൻഡിന്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഏത് ഹാൻഡ് ആണ് അല്ലെങ്കിൽ ഏത് സൂചിയാണ് ചോദിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, മിനിറ്റ് ഹാൻഡിന്റെ റൊട്ടേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. 4:40 തൊട്ട് 6:10 വരെ. നോക്കിയേ, 4:40 തൊട്ട് 5 വരെ എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 20 മിനിറ്റ് കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് പറയാം ആ 5 തൊട്ട് 6 വരെ 1 അവർ അല്ലെ? അതായത് 60 മിനിറ്റ് ഉണ്ട്. പിന്നെ ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ മൊത്തത്തിൽ നമുക്ക് പറയാം 90 മിനിറ്റ്സ് ഉണ്ട് 4:40 തൊട്ട് 6:10 വരെ അല്ലെ? അങ്ങനെ കാൽക്കുലേറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 4:40 തൊട്ട് 5 o'clock വരെ ഇനി 20 മിനിറ്റും കൂടെ ഉണ്ട് അല്ലെ? 20 എടുത്തു. പിന്നെ 5 തൊട്ട് 6 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. പിന്നെ ഒരു 10 കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് 90 മിനിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ 90 മിനിറ്റ്സ് ആണ് ഇപ്പൊ മൂവ് ചെയ്തേക്കുന്നത്. അപ്പൊ 90 മിനിറ്റ്സ് കൊണ്ട് മിനിറ്റ് ഹാൻഡിന്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ നമുക്കറിയാം മിനിറ്റ് ഹാൻഡിന്റെ കേസ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയാണ്? 1 മിനിറ്റില് 6 ഡിഗ്രി മൂവ് ചെയ്യും അല്ലെ? അങ്ങനെയാണെങ്കിൽ 90 മിനിറ്റില് എത്ര ഡിഗ്രി മൂവ് ചെയ്യും? 90 × 6 540 ഡിഗ്രി മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി 540. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many minutes do the minute hand take to move the angle raised by hour hand in 4 hours? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം. How many minutes do the minute hand take? മിനിറ്റ് ഹാൻഡ് എത്ര മിനിറ്റ് എടുക്കും എന്തിനാണ്? To move the angle raised by hour hand in 4 hours. അവർ ആൻഡ് 4 മണിക്കൂർ കൊണ്ട് റേസ് ചെയ്ത ആംഗിൾ ഉണ്ട് അല്ലെ? അത് മൂവ് ചെയ്യാൻ, ആ ആംഗിൾ മൂവ് ചെയ്യാൻ മിനിറ്റ് ഹാൻഡ് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? 4 മണിക്കൂറിൽ അവർ ഹാൻഡ് എത്ര ആംഗിൾ മേക്ക് ചെയ്തോ അത്രയും ആംഗിൾ മിനിറ്റ് ഹാൻഡ് മേക്ക് ചെയ്യാനായിട്ട് എത്ര മിനിറ്റ് എടുക്കും? ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, അവർ ആൻഡ് 4 മണിക്കൂർ കൊണ്ട് ഏതോ ഒരു ആംഗിൾ റേസ് ചെയ്ത കാര്യം പറഞ്ഞു. അതായത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം അവർ ആൻഡിന്റെ കേസിൽ നമുക്കറിയാം 1 അവർ എന്ന് പറയുന്നത് 1 അവർ 1 മണിക്കൂർ പോയാൽ 30 ഡിഗ്രി അത് തിരിയും അല്ലെ? അങ്ങനെയാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? 4 × 30 120 ഡിഗ്രി തിരിയും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് എന്താ? How many minutes do the minute hand takes to move the angle raised by? അല്ലെങ്കിൽ ഈ ആംഗിൾ, ഈ ഒരു ഡിഗ്രി 120 ഡിഗ്രി തിരിയാൻ മിനിറ്റ് ഹാൻഡിന് എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എത്ര നേരം മിനിറ്റ് എത്ര മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയുന്നു എന്ന് പറഞ്ഞല്ലേ? അപ്പൊ മിനിറ്റ് ഹാൻഡിന്റെ കേസിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്താണ്? 1 മിനിറ്റില് അത് 6 ഡിഗ്രി തിരിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം 1 ഡിഗ്രി തിരിയാൻ എത്ര സമയം എടുക്കും? 1/6 മിനിറ്റ് എടുക്കും അല്ലെ? 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുമെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ തിരിച്ചു പറയുകയാണ്, 1 ഡിഗ്രി തിരിയാൻ 1/6 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ 120 ഡിഗ്രി തിരിയാൻ എത്ര സമയം, എത്ര മിനിറ്റ് എടുക്കുന്നു എന്നല്ലേ ചോദിക്കുന്നത്? മിനിറ്റ് ഹാൻഡ് ഈ 120 ഡിഗ്രി തിരിയാൻ, അതായത് അവർ ഹാൻഡ് 4 hours കൊണ്ട്
മേക്ക് ചെയ്ത ആംഗിള് കവർ ചെയ്യാൻ മിനിറ്റ് ആൻഡ് എത്ര സമയം എടുക്കുന്നു? ദാറ്റ് ഈസ് 120/6. ക്ലിയർ ആണോ? 20 മിനിറ്റ്. മനസ്സിലായോ? ഓപ്ഷൻ ബി 20. ഓക്കെ അല്ലേ? 1 ഡിഗ്രി തിരിയാൻ 1/6 മിനിറ്റ് എടുക്കുമെങ്കിൽ 120 ഡിഗ്രി തിരിയാൻ 20 മിനിറ്റ് എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the angle between minute hand and hour hand of a clock at 4:12. ഒരു മിനിറ്റ് ഹാൻഡിന്റെ ഒരു സമയം തന്നിട്ട് മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും ഇടയിൽ ഫോം ചെയ്ത ആംഗിൾ ചോദിച്ചേക്കുവാണ്. ഇത് നമ്മുടെ ഇതിനകത്തുള്ള അടുത്ത ടൈപ്പാണ്. നമുക്ക് ഇപ്പൊ ഈ പഠിച്ച മിനിറ്റിന്റെ ഒക്കെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിപ്പോ കുറച്ച് സമയം എടുക്കും. അതിനു പകരം നമുക്കൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഒരു ടൈം തന്നിട്ട് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ചോദിച്ചാൽ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 30h - 11/2m. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് ഇടാം. അതായത് h എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അവറിനെ ഡിനോട്ട് ചെയ്യുന്നു, m എന്ന് പറഞ്ഞാൽ മിനിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പൊ ഈ തന്ന സമയമാണെങ്കിൽ 4:12 അല്ലെ? അപ്പൊ hന്റെ സ്ഥാനത്ത് 4 എന്നിടുക, mന്റെ സ്ഥാനത്ത് 12 എന്നിടുക. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ദാണ്ട് ഈ ഒരു സമയം നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 4 ഏകദേശം 12 ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പം ചോദിച്ചേക്കുന്ന ആംഗിൾ ദാണ്ട് ഇതായിരിക്കും. സ്മോളസ്റ്റ് ആംഗിൾ. ജസ്റ്റ് ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 4:12. ഇതാണ് ചോദിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ദാണ്ട് ഈ സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. അല്ല, ഇതിന്റെ പേരെന്താ? വലിയ ആംഗിൾ നമുക്ക് റിഫ്ലക്സ് ആംഗിൾ എന്നും പറയാം. റിഫ്ലക്സ് ആംഗിൾ അതാണ് ചോദിക്കുന്നതെങ്കിൽ അവർ എടുത്ത് അത് ക്വസ്റ്റ്യനിൽ പറയും. ഫൈൻഡ് ദ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് കിട്ടുന്ന ആൻസർ ലെസ് ദാൻ 180 ഡിഗ്രി ആണ്. നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 180 ഡിഗ്രിയിൽ ചെറുതാണെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. ഇനി ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി വന്നാൽ എന്ത് ചെയ്യണം? ആ കിട്ടിയ ആൻസറിനെ 360 ഡിഗ്രിയിൽ നിന്നൊന്ന് മൈനസ് ചെയ്യുക. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ ആൻസർ ആയി. പറഞ്ഞ മനസ്സിലായോ? ജസ്റ്റ് ഒരു ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് അറ്റ് 4:12 എന്ന ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30h - 11/2m എന്നുള്ള ഇക്വേഷനിൽ ഇടുക. ആ കിട്ടുന്ന ആൻസർ 180യെക്കാട്ടി ചെറുതാണെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. ഇനിയും നമുക്ക് കിട്ടിയ ആൻസർ 180യെക്കാട്ടി കൂടുതലാണ് വരുന്നതെങ്കിൽ ആൻസറിനെ 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഒന്നും വന്നാൽ നിങ്ങൾ അതൊന്നും എടുക്കണ്ട. നെഗറ്റീവ് ഒക്കെ അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി റിഫ്ലക്സ് ആംഗിൾ ആണോ ചോദിക്കുന്നതെങ്കിൽ അത് എടുത്ത് ക്വസ്റ്റിനെ പറയും. അപ്പൊ അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളുക. ഇനി ഇപ്പൊ ഇവിടെ തന്നേക്കുന്ന എന്താ? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 4:12. 4:12 സമയം കാണിക്കുന്നു അല്ലെ? ആ സമയത്തുള്ള ആംഗിൾ എന്താണ്? അപ്പൊ എന്ത് ചെയ്താൽ മതി? 30 × 4 - 11/2 × 12 ചെയ്തേ. 120 മൈനസ് ഇത് 6 ആകും, 66 അല്ലെ? 120 - 66 10 4 54 അല്ലെ? 54 ഡിഗ്രി ആണ് ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ 180 ഡിഗ്രിയെക്കാട്ടി ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇത് തന്നെയാണ്, 54 ഡിഗ്രി. വലിയൊരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചാണ്. നമ്മുടെ ആൻസർ 180യെക്കാട്ടി വലുതാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിനെ 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്ത് പറയുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At what angle the hands of the clock are inclined at 15 minutes past 5? 5 മണി 15 മിനിറ്റ് അല്ലെ? 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും കൂടെ, അതാണ് സമയം പറയുന്നത്. 5:15 5:15 സമയം തന്നിട്ട് ചോദിക്കുവാണ് ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 30h - 11/2m. 2-3 പ്രാവശ്യം ഇത് ഇക്വേഷൻ ഒന്ന് എഴുതുക. അപ്പത്തേക്ക് അത് പഠിച്ചോളും. 30h - 11/2m അല്ലെ? 30 × 5 - 11/2 × 15. സോൾവ് ചെയ്തേ. 150 മൈനസ് എന്തോരും 165/2. 300 മൈനസ് 165/2 എന്തോരും? മൈനസ് ചെയ്ത് 300 മൈനസ് 165 5 9 3 135 അല്ലെ? 135/2. ഇനി ഒന്ന് നമുക്ക് ഓപ്ഷൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മിക്സഡ് ഫ്രാക്ഷൻ, അതായത് ഒന്ന് നമ്മൾ ഇങ്ങനെ നോക്കാം. 58 × 2 അല്ലെ? 10 11
116 115 by 2 ആണ് അല്ലെ. അപ്പൊ അതല്ല. ഇനി ഇത് നോക്കിയാൽ 67 into 2 14 12 134 അല്ലെ. 134 plus 1 by 2 അതായത് 135 by 2. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ ബി ആണ് എന്താ വരുന്നത്. 135 by 2 നെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതിയിരിക്കുന്നത് 67 1 by 2. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഒന്നും ഇങ്ങനെ ഓപ്ഷനിൽ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 135നെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ ഇവിടെ 6 വന്നു, 12 15 അല്ലെ, 7 എഴുതി, 14 1 റിമൈൻഡർ വന്നു. ഇനി എന്റെ ആൻസർ എന്താണ് വന്നത് അത് നമ്മൾ ആദ്യം എഴുതുക 67, പിന്നെ റിമൈൻഡർ എന്താണ് വന്നത് എഴുതുക 1, ദെൻ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാതെ എഴുതുക 67 1 by 2 ഡിഗ്രി. ക്ലിയർ ആണോ? ആദ്യം കോഷൻ അല്ലെ ആൻസർ കിട്ടിയത് എഴുതാം, ദെൻ റിമൈൻഡർ ശിഷ്ടം വന്നത് എഴുതാം, ബൈ ഡിവൈസർ കോഷൻ റിമൈൻഡർ ബൈ ഡിവൈസർ 67 1 by 2 ഡിഗ്രി. ക്ലിയർ ആണോ? Next question. What is the angle measured from small hand to large hand of a clock in clockwise direction when the time is 11:30? ശ്രദ്ധിച്ചു വായിക്കണം. ജസ്റ്റ് ആംഗിൾ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം. 11:30 ആയപ്പോൾ നമുക്ക് വരയ്ക്കാം. 11:30 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടുന്ന് ഇങ്ങനെയും അതേപോലെ 30 ഇങ്ങനെയും വരയ്ക്കാം അല്ലെ. 11:30 ആയപ്പോൾ അപ്പം ജസ്റ്റ് ആംഗിൾ ചോദിച്ചാൽ നമുക്കറിയാം തന്നെ ഈ ആംഗിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് അറ്റ് 11:30 ചോദിച്ചാൽ ഈ സ്മോളസ്റ്റ് ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ എങ്ങനെയാണ്. വാട്ട് ഈസ് ദ ആംഗിൾ മെഷർഡ് ഫ്രം സ്മോൾ ഹാൻഡ്. സ്മോൾ ഹാൻഡ് എന്ന് പറയുമ്പോൾ അവർ ആൻഡ് വരും അല്ലെ. സ്മോൾ ഹാൻഡിൽ നിന്ന് ലാർജ് ഹാൻഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. സ്മോൾ ഹാൻഡിൽ നിന്ന് ലാർജ് ഹാൻഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ള ആംഗിൾ, ഈ ആംഗിൾ ആണ് ചോദിച്ചേക്കുന്നത്. അത് ചെയ്യാൻ എന്താ, നമ്മളുടെ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും. അതിൽ നിന്ന് 360 ഡിഗ്രി മൈനസ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ക്ലിയർ അല്ലേ? ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി മൈനസ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പം 11:30 ആണ് സമയം തന്നേക്കുന്നത്. എന്ത് ചെയ്യണം, 30h മൈനസ് 11 by 2 m അല്ലെ. that is 30 into 11 minus 11 by 2 into 30. സോൾവ് ചെയ്തേ. 330 മൈനസ് ഇത് 15 വരും. 15 into 11 165. 330 മൈനസ് 165 എന്താ ആൻസർ വരുന്നത്? 10 5 2 6 2 1 165 എന്ന് നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. 165 ഡിഗ്രി. അതേതാണ് സ്മോളസ്റ്റ് ആംഗിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ചോദിച്ചേക്കുന്ന ഈ റിഫ്ലക്സ് ആംഗിൾ ആണ് അല്ലെ, വലിയ ആംഗിൾ ആണ്. അതായത് അവർ ആൻഡിൽ നിന്ന് മിനിറ്റ് ആൻഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് പോകുന്ന ആംഗിൾ ആണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ലാർജസ്റ്റ് ആംഗിൾ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യണം, 165 കുറയ്ക്കാം. ക്ലിയർ ആണോ? 360 ഡിഗ്രി മൈനസ് 165 5 9 195 അല്ലെ. 195 ഡിഗ്രി. ഓപ്ഷൻ സി 195 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A clock take 5 seconds to strike 5 times at 5 o'clock. How long will it take to strike 9 times at 9 o'clock? 5 മണിയായപ്പം ക്ലോക്ക് 5 തവണ അടിച്ചു അല്ലെ. 5 തവണ അടിക്കാൻ 5 സെക്കൻഡ് എടുക്കും എങ്കിൽ 9 o'clock ആകുമ്പം 9 തവണ അടിക്കാൻ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ചിലർക്ക് 9 സെക്കൻഡ് എന്ന് തോന്നാം അല്ലെ. 5 പ്രാവശ്യം അടിക്കാൻ 5 സെക്കൻഡ് എടുക്കുമെങ്കിൽ 9 പ്രാവശ്യം അടിക്കാൻ 9 സെക്കൻഡ് അല്ലെ. പക്ഷെ അങ്ങനെയല്ല അതെടുക്കുന്നത്. ശ്രദ്ധിക്കുക. 5 ടൈംസ് അടിക്കുക എന്ന് വെച്ചാൽ 5 പ്രാവശ്യം അടിക്കുന്നു അല്ലെ. 5 പ്രാവശ്യം അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 4 ഇൻ്റർവെൽസ് അല്ലെങ്കിൽ 4 ടൈം ഗ്യാപ്സ് ആണുള്ളത്. 1 2 3 4 5 കണ്ടോ. ഇത്രയും 5 തവണ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടിച്ച് ഒരു ടൈം ഗ്യാപ്പ്, വീണ്ടും രണ്ടാമത്തെ ടൈം ഗ്യാപ്പ്, ഇത് മൂന്നാമത്തെ ടൈം ഗ്യാപ്പ്, നാലാമത്തെ ടൈം ഗ്യാപ്പ്. ഈ ടൈം ഗ്യാപ്പാണ് 5 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 5 തവണ അടിക്കുമ്പം 4 ഇൻ്റർവെൽസ് അല്ലെങ്കിൽ 4 ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനാണ് എത്ര സമയം എടുക്കുന്നത്, 5 സെക്കൻഡ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 പ്രാവശ്യം അടിക്കാൻ എത്ര ടൈം ഗ്യാപ്പ് എടുക്കുമായിരിക്കും, 8 ടൈം ഗ്യാപ്പുകൾ അല്ലെങ്കിൽ 8 ഇൻ്റർവെൽസ് എടുക്കുമായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര സമയം, 4 ഇൻ്റർവെൽസിന് 5 സെക്കൻഡ്, അങ്ങനെയാണെങ്കിൽ 8 ഇൻ്റർവെൽസിന് എത്ര സെക്കൻഡ് എടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം
4 ഇന്റർവെൽസ് അല്ലെങ്കിൽ 4 ടൈം ഗ്യാപ്പ് 5 സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 5/4 സെക്കൻഡ് ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 8 ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ 5/4 ഇൻറ്റു 8 ആയിരിക്കും. ക്ലിയർ ആണോ? ഇൻറ്റു 2 10 സെക്കൻഡ്സ്. ഓക്കെ ആണോ? ഓപ്ഷൻ ബി 10 സെക്കൻഡ് ആണ്. മനസ്സിലായി? 5 പ്രാവശ്യം അടിക്കാന്ന് പറഞ്ഞാൽ അതിനിടയിൽ എത്ര ഇന്റർവെൽസ് വരുന്നുണ്ട്? 4 ഇന്റർവെൽസ് അല്ലെങ്കിൽ 4 ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ആ 4 ടൈം ഗ്യാപ്പ് ആണ് 5 സെക്കൻഡ് എടുക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9 തവണ അടിക്കാന്ന് വെച്ചാൽ 8 ഇന്റർവെൽസ് അല്ലെങ്കിൽ 8 ടൈം ഗ്യാപ്പ് അതിനിടയിൽ വരും. അപ്പൊ 4 ഇന്റർവെൽസ് അടിക്കാൻ 5 സെക്കൻഡ് എടുത്താൽ 8 ഇന്റർവെൽസ് അടിക്കാൻ എത്ര സമയം എടുക്കും? 10 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ടൈം ക്ലോക്കിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു കൺസെപ്റ്റുകളൊന്ന് പഠിക്കണം. ജസ്റ്റ് പറയാം ഞാൻ. എന്താണ്? ക്ലോക്കിന്റെ ഹാൻഡ്സ് കോയിൻസൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരേപോലെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഒരേപോലെ വരുന്നത്. അതാണ് 0 ഡിഗ്രിയിൽ വരുന്നത് എത്ര തവണയാണെന്നറിയാമോ? 12 മണിക്കൂറിൽ 11 തവണ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും ഓരോ തവണ വീതം അത് കോയിൻസൈഡ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നാം 12 മണിക്കൂറിൽ 12 തവണ അല്ലെ. അങ്ങനെ വരാത്ത എന്താന്ന് വെച്ചാൽ ഒരു സമയത്ത് അത് 11നും 1നും ഇടയിൽ അത് ഒരു തവണയേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് മൊത്തം 12 മണിക്കൂറിൽ 11 പ്രാവശ്യം വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ കോയിൻസൈഡ് എന്നാൽ 0 ഡിഗ്രി, അതായത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഒരേപോലെ. ഇതാണ് 0 ഡിഗ്രിയിൽ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരേപോലെ രണ്ടും ഒരുമിച്ച് മിനിറ്റ് ആൻഡ് അവർ ഹാൻഡും വരുന്നത് എത്ര സമയം എന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിലും ഓരോ പ്രാവശ്യം അതിങ്ങനെ ഒരുമിച്ച് വരും. ഓക്കെ, പിന്നെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് 11നും 1നും ഇടയിൽ അവരെന്ത് വരുന്നില്ല, ഒറ്റ തവണ, അതായത് 2 തവണ വരേണ്ടത് ഒറ്റ തവണ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 12 മണിക്കൂറിൽ 11 തവണയാണ് കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. 12 മണിക്കൂറിൽ 11 തവണയാണെങ്കിൽ നമുക്ക് പറയാം ഒരു ദിവസം, അതായത് 24 മണിക്കൂറിൽ 22 തവണ കോയിൻസൈഡ് ചെയ്യും, 0 ഡിഗ്രിയിൽ ഒരുമിച്ച് വരും. ഓക്കെ, അടുത്തത് ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് പോയിന്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് 180 ഡിഗ്രി വരിക. അതായത് മിനിറ്റ് ഹാൻഡ് അല്ലെങ്കിൽ അവർ ഹാൻഡ് ഇങ്ങനെ നിൽക്കുന്നു, മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ നിൽക്കുന്നു, അതായത് ഓപ്പോസിറ്റ്. ഏത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഡയറക്ഷനിലും പറയാം. ഇങ്ങനെ ഇങ്ങനെ അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിട്ട് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ 12 മണിക്കൂറിൽ 11 തവണ. അതും നമുക്ക് പറയാം ഓരോ മണിക്കൂറിൽ ഓരോ തവണ വീതം ഉണ്ടാകും. എക്സെപ്റ്റ് 5 and 7. 5നും 7നും ഇടയിൽ അത് 2 തവണ ഉണ്ടാവുന്നില്ല, ഒരു തവണ മാത്രമേ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 12 മണിക്കൂറിൽ 11 തവണ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ദിവസം എത്ര ആയിരിക്കും? 24 മണിക്കൂറിൽ 22 തവണ വരും. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് 180 ഡിഗ്രിയിൽ വരുന്നത്. ഇനി അടുത്ത മൂന്നാമതെന്ന് പറഞ്ഞാൽ ക്ലോക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, അതായത് ഇങ്ങനെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ എത്രയെന്നറിയോ? ഓരോ മണിക്കൂറിലും 2 തവണ വീതം അങ്ങനെ വരുന്നുണ്ട്. ഓരോ മണിക്കൂറിലും 2 തവണ വീതം പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ഇവിടെയും ഒരു എക്സെപ്ഷൻ വരും. എവിടാന്ന് വെച്ചാൽ 11 മണിക്കും 1 മണിക്കും ഇടയിൽ നമുക്ക് പറയാം 2 മണിക്കൂറുണ്ട് അതിനിടയിൽ അല്ലെ. അപ്പൊ 4 തവണ വരേണ്ടതിന് വരെ അവിടെ 2 തവണ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ എണ്ണം എടുത്താൽ എന്താണ്? 12 മണിക്കൂറിൽ 22 തവണയാണ് വരുന്നത്. ഓക്കെ, ഓരോ മണിക്കൂറിൽ 2 തവണ വെച്ച് ഒരു സമയത്ത് മാത്രം രണ്ടെണ്ണേ വരുന്നുള്ളൂ. 4ന് പകരം, അതായത് 11നും 1നും 2 മണിക്കൂർ ഗ്യാപ്പിൽ 2 തവണ മാത്രമേ വരുന്നുള്ളൂ. ഈ വാല്യൂസ് നിങ്ങളൊന്ന് പഠിച്ചിരുന്നാൽ മതി. 3 തരത്തിലുണ്ട്. 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്നത് 12 മണിക്കൂറിൽ 11 തവണ. അപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾക്ക് അറിയാം. ഇനി 180 ഡിഗ്രിയിൽ വരുന്നത് അതെത്രയാണ്? 12 മണിക്കൂറിൽ 11 തവണ. അതേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് 12 മണിക്കൂറിൽ 22 തവണ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 24, ഏതെങ്കിലും ഒന്ന് പഠിക്കുക, മറ്റേത് പഠിക്കാൻ എളുപ്പമല്ല. 24 മണിക്കൂറിൽ 44 ടൈംസ്, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര തവണ പെർപെൻഡിക്കുലർ ആകുമെന്ന് ചോദിച്ചാൽ 44 ടൈംസ്. ക്ലിയർ ആണോ? അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്നത് 11 തവണ, 180 ഡിഗ്രിയിൽ വരുന്നത് 11 തവണ. ഇനി ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് 12 മണിക്കൂറിൽ 22 തവണ. ഇനി ഇങ്ങനെ ചോദിക്കാം, സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് എത്ര തവണ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നത് എത്ര തവണ? സ്ട്രെയിറ്റ് ലൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നതും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്, 180 ഡിഗ്രി എന്ന് പറയുന്നതും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇതും സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും കൂടെ ചേർത്ത് ഇത് 12 മണിക്കൂറിൽ 11 തവണ വരത്തില്ലേ,
ഇത് 180 ഡിഗ്രി ആണെങ്കിൽ 12 മണിക്കൂറിൽ 11 തവണ വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പറയാം 12 മണിക്കൂറിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നത് 22 പ്രാവശ്യമാണെന്ന് പറയാം. ക്ലിയർ ആണോ? അത് അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. സ്ട്രെയിറ്റ് ലൈനായിട്ട് 12 മണിക്കൂറിന് ചോദിക്കും, അല്ലെങ്കിൽ ഇനി ഒരു ദിവസമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി പറഞ്ഞോളുക. ഓക്കെ, 12 മണിക്കൂറിന്റെ കേസാണ് ഇപ്പോൾ പറയുന്നത്. 0 ഡിഗ്രിയിൽ വരാൻ 12 മണിക്കൂറിൽ 11 തവണ എടുക്കും. അതേപോലെ 180 ഡിഗ്രി വരാനായിട്ട് 11 തവണ 180 ഡിഗ്രിയിൽ വരും. രണ്ടും കൂടെ ചേർത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് എത്ര പറയാം? 12 മണിക്കൂറിൽ 22 തവണ വരുമെന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം മെയിനായിട്ട് പറയാം, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാം, ഓരോ മണിക്കൂറിലും അത് 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ഓരോ മണിക്കൂറിലും അത് 180 ഡിഗ്രിയിൽ വരുന്നുണ്ട്, ഓരോ മണിക്കൂറിൽ 2 പ്രാവശ്യം അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് ഒന്ന് പറയാം. ഒരു എക്സെപ്ഷൻ ഉണ്ട്, എന്നാൽ നമുക്ക് അങ്ങനെ പറയാം. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അതായത് ചോദ്യം ഇങ്ങനെയാണ്: എക്സാക്ട് ടൈം വെൻ ദ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് കോയിൻസൈഡ്. അതായത് അപ്പൊ നമ്മൾ പറയത്തില്ലേ, 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഏത് ടൈമിലാണ്, എപ്പോഴാണ് അവർ എക്സാക്റ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ടൈം? നമുക്ക് തോന്നാം 1:10 അല്ലെ, 1:10 അല്ലെങ്കിൽ 1:05 അല്ലെങ്കിൽ 2:10 ഇതൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു കറക്റ്റ് 1:10-നും 1:05-നും 2:10-നും ഒന്നും അല്ല അത് കോയിൻസൈഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അത് പക്ഷെ ഒരു എക്സാക്ട്, അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ 3 മണിക്കും 4 മണിക്കും ഇടങ്ങാണ് 3:15-ന് നമുക്ക് തോന്നും അല്ലെ. പക്ഷെ അങ്ങനല്ലല്ലോ, 3 മണി എന്ന് പറയുമ്പോഴത്തേക്ക് 3-ൽ അല്ലല്ലോ, കുറച്ചും കൂടെ മാറിയല്ലേ നിൽക്കുന്നത്. അപ്പൊ 3:15 കഴിഞ്ഞിട്ട് എപ്പോഴോ ഒരു സമയമാണ് അവർ കോയിൻസൈഡ്. ആ എക്സാക്ട് ടൈം കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ടൈപ്പ് വരുന്ന ഏതാണ്? കോയിൻസൈഡ് ചെയ്യുന്നത്. മിനിറ്റ് ആൻഡും അവർ ആൻഡും 0 ഡിഗ്രിയിൽ കോയിൻസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ: ഫൈൻഡ് ദ എക്സാക്ട് ടൈം ബിറ്റ്വീൻ 3 o'clock and 4 o'clock when അവർ ആൻഡ് മിനിറ്റ് ആൻഡ് കോയിൻസൈഡ്. 3 o'clock-നും 4 o'clock-നും ഇടയിൽ ഏത് ടൈമിലാണ് അവർ ആൻഡും മിനിറ്റ് ആൻഡും കോയിൻസൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം 3 o'clock-നും 4 o'clock-നും ഇടയിൽ 3 സംതിങ് അല്ലെ, 3 മണി കഴിഞ്ഞ് ഏതോ ഒരു സമയമായിരിക്കും വരുന്നത്. അത് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ എല്ലാ ഓപ്ഷനും 3 ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ, 3 മണി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം. അത് കണ്ടുപിടിക്കാനായിട്ട് അറിയേണ്ടത് ഇതാണ്: 60a/11. 60a/11 അത് പഠിച്ചു വെച്ചേക്കാം. എ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ടൈം. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ടൈം ഏതാണ്? 3 അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്ന ടൈം ഏതാണോ ആ ഒരു വാല്യൂ എയുടെ സ്ഥാനത്തിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു 3 മണി കഴിഞ്ഞ് ഏതാണോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്താൽ ഇത് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്താണ്? അവർ ആൻഡും മിനിറ്റ് ആൻഡും കോയിൻസൈഡ് ചെയ്യുന്ന ടൈം ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ എക്സാക്ട് ടൈം ബിറ്റ്വീൻ 3 o'clock and 4 o'clock when the അവർ ആൻഡ് മിനിറ്റ് ആൻഡ് കോയിൻസൈഡ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്ന ടൈം ഇട്ട് കൊടുക്കുക. 60 × 3/11. that is 180/11. ക്ലിയർ ആണോ? 180/11 ചെയ്ത് നോക്കി. 11 70 16 6 അല്ലേ, 66. then remainder 4. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? 16 4/11. അപ്പൊ നമ്മുടെ ടൈം എന്താണ്? 3 16 4/11. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? 3 16 4/11 ആണ് കിട്ടിയേക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് 0 ഡിഗ്രി ആണ്. അടുത്തത് അവർ ആൻഡും മിനിറ്റ് ആൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് 180 ഡിഗ്രിയിൽ വന്നാലുള്ള ടൈമാണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ എക്സാക്ട് ടൈം when the hour and minute hand are in opposite direction. ഓക്കെ, രണ്ട് ഹാൻഡും 180 ഡിഗ്രിയിൽ വന്നാലുള്ള ഇതാണ് ചോദിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? നേരത്തെ അതേ വാല്യൂ തന്നെയാണ്, പക്ഷെ എഴുതുന്ന വാല്യൂവിന് മാത്രമേ ഒരു വ്യത്യാസം വരത്തുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ എക്സാക്ട് ടൈം ബിറ്റ്വീൻ 2 o'clock and 3 o'clock when the hour and minute hand comes in opposite direction. അവർ ആൻഡും മിനിറ്റ് ആൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരിക, അതായത് 180 ഡിഗ്രിയിൽ വരുന്ന 2 o'clock-നും 3 o'clock-നും ഇടയിലുള്ള എക്സാക്ട് ടൈം ചോദിക്കുന്നു അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം 2 സംതിങ് ആയിരിക്കും അല്ലെ, 2 മണി കഴിഞ്ഞിട്ട് എപ്പോഴോ ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. അത് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ കണ്ടുപിടിക്കാനുള്ളിടത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് 60a/11. നേരത്തെ പറഞ്ഞത് തന്നെ അവിടെ പറഞ്ഞത്, അതായത് 0 ഡിഗ്രിയുടെ കേസിൽ പറഞ്ഞത് എന്താണ്? എയുടെ സ്ഥാനത്ത് എന്താണ്? ആദ്യം തന്നിരിക്കുന്ന ടൈം. ഇനി ഇവിടുത്തെ കേസിൽ എന്താണ്? is the number opposite to the first given time in the question.
ആദ്യം തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 2. ഈ 2 മണിയിൽ ക്ലോക്കിൽ ഈ 2ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണോ അത്. മനസ്സിലായോ? 2ന് ക്ലോക്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതാണ്? 8 അല്ലെ? അപ്പൊ ഇവിടെ എന്ത് എഴുതണം? എയുടെ സ്ഥാനത്ത് ഈ ക്വസ്റ്റ്യനിൽ എയുടെ സ്ഥാനത്ത് 8 എന്ന് എഴുതണം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ രണ്ട് സമയങ്ങളുടെ ഇടയിൽ എപ്പോഴാണ് അത് 180 ഡിഗ്രി ആവുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന സമയം അല്ലെ, ആ വാല്യൂവിന് ക്ലോക്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അത് ചെയ്യുക. അത് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ ഈ ക്ലോക്കിൽ നമുക്കിപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടി അല്ലെ. ഇനി ക്ലോക്ക് ഇല്ല, നമുക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ഒന്നുമില്ല. ഇപ്പൊ 2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? +6 ചെയ്താൽ മതി അല്ലെ, 8. ഇനി 3 ആണ്, 3യുടെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് അറിയാൻ 3 + 6 9. ക്ലിയർ ആണോ? ഇനി 4 ആണെങ്കിൽ 4 + 6 10. നോക്ക്, 4ന്റെ ഓപ്പോസിറ്റ് 10. ഇനി 5 ആണെങ്കിൽ 5 + 6 11. 5ന്റെ ഓപ്പോസിറ്റ് 11 വന്നു അല്ലെ. ഇനി 6 ആണെങ്കിലോ 6 + 6 12. ക്ലിയർ ആണ്? ഇനി ഈ 6 കഴിഞ്ഞിട്ടുള്ളതാ വരുന്നതെങ്കിൽ മൈനസ് ചെയ്യാൻ ഓർത്താൽ മതി. ഇപ്പൊ 7 ആണ്, 7 ഒരു സമയം തന്നേക്കുന്നത്, 7ന്റെ ഓപ്പോസിറ്റ് വരുന്ന അറിയാനായിട്ട് 7 - 6 ചെയ്യുക. ഇനി 10 ആണ്, 10ന് ഓപ്പോസിറ്റ് വരുന്നതെന്ന് അറിയാനായിട്ട് 10 - 6 ചെയ്യുക. പറഞ്ഞു മനസ്സിലായോ? +6 -6 ചെയ്യുക. 6നെക്കാട്ടി കുറവാണെങ്കിൽ അത് +6 ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി 6നെക്കാട്ടി കൂടുതലാണെങ്കിൽ അത് -6 ചെയ്ത് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? 2 o'clockനും 3 o'clockനും ഇടയിലുള്ള എക്സാക്ട് ടൈം അല്ലെ, വെൻ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് കംസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഇത് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 60 × ഏഴ് സ്ഥാനത്ത് എന്തെടുക്കണം? ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്ന ടൈം 2 ആണ്. 2ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണെന്ന് അറിയാൻ 2 + 6 8 ചെയ്യുക. 60 × 8/11. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 480/11. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 480 / 11. ഓക്കെ, 4 എഴുതി, 44 then 40. ഓക്കെ, എന്ത് വരും? 3 അല്ലെ. അപ്പൊ ഇത് ഇവിടം വരെ 4 എന്നുള്ളത് എഴുതിയപ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ 243, 2 കഴിഞ്ഞിട്ട് ആണ് നമുക്ക് എന്തായാലും അറിയാം അല്ലെ. ഇതൊന്നും അല്ല, ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും വരത്തുള്ളൂ നമുക്ക് ആദ്യം തന്നെ അറിയാം അല്ലെ. 4 തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് എഴുതാം. ഓക്കെ, ദെൻ ബാക്കി അങ്ങനെ ചെയ്ത് തീർക്കണമെന്നൊന്നുമില്ല. 33 7. ഓക്കെ, അപ്പൊ എന്ത് എഴുതാം? 243 7/11 അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എഴുതാം 243 7/11, ഓപ്ഷൻ എ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എക്സാക്ട് ടൈം വെൻ ദ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് ബിക്കം 90 ഡിഗ്രി. അപ്പൊ നമ്മൾ ആദ്യം 0 ഡിഗ്രിയുടെ പഠിച്ചു, പിന്നെ 180 ഡിഗ്രിയുടെ പഠിച്ചു, പിന്നെ മൂന്നാമത് എന്താണ്? ദ എക്സാക്ട് ടൈം വെൻ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് ബിക്കം 90 ഡിഗ്രി. അവർ ആൻഡും മിനിറ്റ് ആൻഡും 90 ഡിഗ്രിയിൽ വരുന്ന എക്സാക്ട് ടൈം ആണ് ചോദിച്ചേക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? 60 × a ± 3/11 അല്ലെ. അതാണ് ഇക്വേഷൻ. നേരത്തെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത് 60a/11 തന്നെയാണ്. ഇവിടെ വരുമ്പോൾ മാത്രം എന്താണ് ഒരു ചെറിയ വ്യത്യാസം നോക്കിയോളൂ. അതായത് ഇപ്പോൾ 1 o'clockനും 2 o'clockനും ഇടയിൽ എപ്പോഴാണ് അത് പെർപെൻഡിക്കുലർ ആവുന്നത് ചോദിച്ചാൽ നമുക്കറിയാം 1 o'clock കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് അല്ലെ. ഓക്കെ, അതിനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അത് നോക്കണ്ട. നിങ്ങൾക്ക് 2 സമയം കിട്ടും. ഇനി ഓപ്ഷനിൽ ഏത് സമയമാണോ നമുക്ക് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് ഓപ്ഷനാണോ കിടക്കുന്നത് അത് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പം 60 × a ± 3 അല്ലെ. ഇവിടെ എന്താ? a is the ടൈം ഗിവൺ ഫസ്റ്റ്, ആദ്യം തന്നിരിക്കുന്ന ടൈം ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് പറയാം എന്താണ്? 60 × ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 o'clockനും 2 എയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക അല്ലെ. 60 × 1 + 3/11 60 × 1 - 3/11. ഇത് പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 മണി കഴിഞ്ഞ് 3 ആഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 1 എന്നുള്ള നമ്പറിനെ നിങ്ങൾ നോക്കരുത്. 1 മണി കഴിഞ്ഞ് 3 എണ്ണം കൂട്ടുക. അതായത് 1 മണി കഴിഞ്ഞാൽ 2 3 4 എന്ന് വേണം. ഓക്കെ, അപ്പൊ ഈ ജസ്റ്റ് ഇവിടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. 60 × 4/11. ഇനി 1 - 3 എങ്ങനെ ചെയ്യേണ്ടത്? 1 മണി പുറകിലോട്ട് നിങ്ങൾ ആലോചിക്കുക. 1 മണിക്ക് പുറകിലോട്ട് 3 അങ്ങോട്ടൊന്ന് കുറച്ച് നോക്കിയേ. 1 മണി അല്ലെ. ഇപ്പൊ എന്താ? 12 11 10 അങ്ങനെ വേണം എടുക്കാനായിട്ട്. ക്ലിയർ ആണോ? 60 × 10/11. നമ്മുടെ സമയമില്ലേ, സമയത്തിന് ഇങ്ങനെ എടുക്കുക. ഇപ്പൊ 1 മണിയാണ്, 1 മണി, ഇത് 12, ഇത് 11, ഇത് 10. ഓക്കെ,
ഇപ്പൊ നമുക്കൊരു 11 മണി എന്നാണ് വന്നേക്കുന്നെങ്കിൽ 11ന് ബാക്കിലോട്ട് പോകാം. 11 മൈനസ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യരുത്, 8 എന്നൊന്നും എഴുതി വെക്കരുത്. 11 അത് മീൻസ് അവിടെ അത് കറക്റ്റ് ആണ്. 11 മൈനസ് 3 അവിടെ 8 ആണ്. ആ ഒരു എന്താ പറയാ വാല്യൂസ് മാത്രമായിട്ട് നോക്കരുത്. 11 മൈനസ് 8 എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ 11 പ്ലസ് ഓക്കെ മൈനസ് കുഴപ്പമില്ല, പ്ലസ് 3 എന്ന് പറയുമ്പോൾ എന്താ 11 പ്ലസ് 3 എന്ന് പറയുമ്പോൾ അവിടെ 14 അല്ലെ, 14 എന്നുള്ള വാല്യൂ അല്ല കൊടുക്കേണ്ടത്, ആ സമയമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 11 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 12 1 2, അവിടെ 2 വേണം കൊടുക്കാൻ, അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നേക്കുന്ന സമയം 1 അല്ലെ, 1 o'clock 2 o'clock ഇടയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സമയം A എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 60 × 1 + 3, 1 മണി കഴിഞ്ഞ് 3 മണിക്കൂറും കൂടെ കഴിയുക എന്നർത്ഥത്തിൽ 60 × 4/11 that is 240/11. അതായത് നമുക്ക് രണ്ട് സമയമുണ്ട്, ഒന്ന് സംതിങ് അല്ലെ, ഇത് ഒരെണ്ണം ഉണ്ട്, പിന്നെ 1 കഴിഞ്ഞ് 2, രണ്ട് സമയത്തിൽ. അതായത് നമ്മൾ പറഞ്ഞു ഓരോ മണിക്കൂറിലും 2 പ്രാവശ്യം വീതം അത് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട് അല്ലെ, അപ്പൊ അത് ഓർക്കുക. ഇനി ഇവിടെ വരുമ്പോൾ എന്താ 60 × 10/11 600/11. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം 240 / 11 2 22 21 11 വരും 9 അല്ലെ, that is 21 9/11. അതൊരു സമയം. ഇനി അടുത്തത് 600 / 11 5 55 50 4 44 6 അല്ലെ, 11 54 6/11. അങ്ങനെ രണ്ട് സമയങ്ങളായിരിക്കും ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇനി ഇതിപ്പോ ഓപ്ഷനിൽ ഏത് സമയമാണോ കിടക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തോളുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എക്സാക്ട് ടൈം ബിറ്റ്വീൻ 10:30 and 11 when hour and minute hand become perpendicular. 10:30ക്കും 11നും ഇടയിൽ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡും പെർപെൻഡിക്കുലർ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ 10:30 എന്നുള്ള കേസിൽ നമുക്ക് എന്താണ് 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും എല്ലാം ചോദിക്കാം. അപ്പൊ എന്താ 10 തൊട്ട് 11 വരെ ഉള്ള സമയം ചോദിക്കുമ്പം 10:30 തൊട്ട് 11 വരെ ആണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ 10 എന്ന്, അതായത് എയുടെ സ്ഥാനത്ത് ആദ്യം തന്നിരിക്കുന്ന സമയമൊക്കെ എഴുതത്തില്ലേ, അപ്പൊ അതിന്റെ സ്ഥാനത്ത് 0 ഡിഗ്രി ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് 10 എന്ന് തന്നെ, 10:30 എന്നാണ് തരുന്നതെങ്കിലും 10 എന്ന് തന്നെ കൊടുക്കാം. 10 മണി കഴിഞ്ഞ് ഏതോ ഒരു സമയം നമുക്കറിയാം, അത് 10:30 കഴിഞ്ഞിട്ടായിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എയുടെ സ്ഥാനത്ത് 10 എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ 180 ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ 10ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണോ, അത് ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് വരുന്നതല്ലേ ചെയ്യേണ്ടത്, അപ്പം 10ന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ചെയ്യുക. അതേപോലെ ഇവിടെയും നമ്മുടെ എയുടെ സ്ഥാനത്ത് എന്താ 10:30 to 11 ആണെങ്കിലും എയുടെ സ്ഥാനത്ത് 10 തന്നെ കൊടുക്കുക, അല്ലാതെ 10:30 എന്ന് കൊടുക്കരുത്, 10 തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ചോദിക്കുന്നത് 10:30ക്കും 11നും ഇടയിൽ അവർ ആൻഡും മിനിറ്റ് ആൻഡും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സമയമാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 10 കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു സമയത്താണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഉള്ള അത് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് 60 × a ± 3/11 ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് 60 × 10 തന്നേക്കുന്നത് 10 + 3/11, ഇതൊരെണ്ണം ചെയ്യണം. പിന്നെ 60 × 10 - 3/11 ഒരെണ്ണം ചെയ്യണം അല്ലെ. 10 + 3 എന്ന് പറയുമ്പോൾ എന്താ 11 12 1 അല്ലെ, ദാറ്റ് ഈസ് 60 × 1/11 60/11 ചെയ്യണം. ഇനി ഇവിടെ ചെയ്യേണ്ടതോ 60 × 10 - 3 അല്ലെ, പുറകിലോട്ട് എടുക്കണം അല്ലെ, 7 60 × 7/11 that is 420/11. അപ്പൊ എന്ത് വരും 60 / 11 5 55 5 അല്ലെ, ദാറ്റ് ഈസ് 5/11. അതായത് ഒരു സമയം എന്ന് പറഞ്ഞാൽ 10 5/11. ഈ ആൻസർ എടുക്കാൻ പറ്റുമോ? എന്താ എടുക്കാൻ പറ്റാത്തത്? കാരണം 10:30 കഴിഞ്ഞിട്ട് എപ്പോഴാണ് അവർ പെർപെൻഡിക്കുലർ ആവുന്നതാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. 10:30 കഴിഞ്ഞിട്ട് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവും ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സമയമല്ല നമുക്ക് വേണം, അപ്പൊ അടുത്ത സമയമാണ് അല്ലെ. സോ 420 / 11 3 തുടങ്ങുന്ന സമയം അല്ലെ, നമ്മുടെ 3 തുടങ്ങുന്ന ഒരു സമയമുള്ളൂ 10:38 2/11. അത് അങ്ങനെ ചെയ്ത് ഇവിടെ വരെ നമ്മൾ ബാക്കി ചെയ്യണമെന്നൊന്നും ഇല്ല, നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കിക്കോണം. ഓപ്ഷൻസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും വെട്ടി, അത് നമുക്ക് വേണ്ട, കാരണം 10:30 കഴിഞ്ഞിട്ടുള്ളതാണ് വേണ്ട അല്ലെ. നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം. കാരണം എന്താ 10:30 to 11 ആണ് ചോദിച്ചിരുന്നത്, അത് 10:30 കഴിഞ്ഞിട്ടുള്ള ഒരു സമയം വരത്തുള്ളൂ. അപ്പൊ നമുക്കിവിടെ അല്ലെ, സോ നമുക്ക് ചെയ്യാം ഇത് 33 ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ മാർക്ക് ചെയ്തോണം, 3 which start with ഓപ്ഷൻ സി 10:30 2/11. ഓക്കെ, സോ 12 90 അല്ലെ, then 8 8 2, സോ എന്ത് വരും 38
2/11. ഏതാണ്? ഓപ്ഷൻ 10, 38, 2/11. ക്ലിയർ ആണോ? അപ്പം മറന്നു പോകരുത്. നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. 0 ഡിഗ്രി അല്ലെ, കോയിൻസൈഡ് ചെയ്ത് വരുന്നത് പഠിച്ചു. 0 ഡിഗ്രിയിൽ വരുന്നത്, അതേപോലെ 180 ഡിഗ്രിയിൽ വരുന്നത് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ അല്ലെ 90 ഡിഗ്രിയിൽ വരുന്നത് പഠിച്ചു. 0 ഡിഗ്രിയിൽ വരിക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഇടയിൽ ഓരോ തവണ വരും അല്ലെ, ഓരോ മണിക്കൂറിനും ഇടയിൽ തന്നിരിക്കുന്ന സമയം, ആദ്യം തന്നിരിക്കുന്ന സമയം ഏതാണോ അതെടുക്കുക, 60a/11. ഓക്കെ. ദെൻ 180 ഡിഗ്രി ആണെങ്കിലോ 60a/11 തന്നെയാണ്. എയുടെ സ്ഥാനത്ത് എന്താണ്? ആദ്യം തന്നിരിക്കുന്ന സമയത്തിന് ക്ലോക്കിൽ എന്താണോ ഓപ്പോസിറ്റ് വരുന്നത് അതെടുക്കുക. ക്ലിയർ അല്ലേ? ഇനി 90 ഡിഗ്രിയുടെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? 60 into a plus or minus 3/11 അല്ലെ. ആദ്യം തന്നിരിക്കുന്ന സമയം എടുക്കുക, a plus 3 minus 3. അത് നമ്മുടെ ക്ലോക്കിലെ സമയത്തിന് വെച്ച് നമ്മൾ മുന്നോട്ടും പുറകോട്ടും എടുക്കാൻ മറക്കരുത്. ക്ലിയർ ആണല്ലോ? അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.